നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകൽ അരങ്ങേറിയ അലുവ അതുലിന്റെ വധക്കേസിലെ പ്രതികൾ മാസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞത് പ്രമുഖ സിനിമാ നിർമ്മാതാവിന്റെ ഉടമസ്ഥയിലുള്ള ക്വാറിയിലെന്ന റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ, വിവാദസ്വാമി സുനിൽ സ്വാമി എന്നിവരുടെ ഉടമസ്ഥയിലുള്ള വാളകത്തെ ശിവശ ഗ്രാൻഡൈസ് എന്ന ക്വാറിയിലാണ് കൊടും ക്രിമിനലുകൾ തമ്പടിച്ചിരുന്നത്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ബ്ലാക്ക് വിഷ്ണു, എ അനീർ, എസ് ഹുസൈൻ, ഷിനു പീറ്റർ എന്നിവർ 3 മാസത്തിലേറെയായി ഈ ക്വാറിയിൽ കഴിഞ്ഞിരുന്നതായി പോലീസ് സ്ഥിരീകരിച്ചുവെന്നെങ്കിലും വിവരം പുറത്തുവിട്ടിരുന്നില്ല. കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനങ്ങൾ ദിവസങ്ങളോളം ഈ ക്വാറിയിൽ പാർക്ക് ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജനുവരി 10-ന് 30ഓളം വരുന്ന ഗുണ്ടാ സംഘം നാട്ടുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടുകൂടിയാണ് പ്രതികളുടെ ക്വാറി ബന്ധം പരസ്യമായത്. ഈ ദൃശ്യങ്ങൾ അതുൽ വധക്കേസിലെ പ്രതികളെ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിഷേധിച്ച ലിസ്റ്റിൻ സ്റ്റീഫൻ. അതേസമയം തനിക്ക് ക്വാറിയിൽ ഉടമസ്ഥാവകാശം ഉണ്ടെന്നത് സത്യമാണെന്നും എന്നാൽ അതിന്റെ നടത്തിപ്പിൽ പങ്കില്ലെന്നുമാണ് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ വിശദീകരണം. ക്വാറിയിലെ ഗുണ്ടകളെക്കുറിച്ചോ കൊലപാതകത്തെക്കുറിച്ചോ തനിക്ക് അറിവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൃത്യമായ ആസൂത്രണം. ശനിയാഴ്ച രാവിലെ കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങിയ അതുലിനെ 17 മിനിറ്റിനുള്ളിലാണ് പ്രതികൾ വെട്ടിക്കൊന്നത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അതുൽ സ്റ്റേഷനിലെത്തുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ പ്രതികൾ സ്റ്റേഷന് പുറത്ത് വിവിധയിടങ്ങളിലായി നിലയുറപ്പിച്ചാണ് കൃത്യം നടത്തിയത്. കേസിൽ ഇതുവരെ 8 പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൊലപാതകം നടന്ന 12 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. ക്വാറി കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയെ കുറിച്ച് കൂടുതൽ അന്വേഷണം തുടരുകയാണ്. കേസിൽ മുഴുവൻ പ്രതികളും 2 ദിവസം മുമ്പ് പിടിയിലായിരുന്നു. 4 പേരെ മുണ്ടക്കയത്ത് നിന്നുമാണ് പിടികൂടിയത്. 4 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. ഇവർ സഞ്ചരിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 പേരാണ് നേരിട്ട് കൃത്യത്തിൽ പങ്കെടുത്തത് എങ്കിലും കാറിൽ കൂടുതൽ പേർ ഉണ്ടായിരുന്നതായും സൂചന ലഭിച്ചിരുന്നു. മാത്രമല്ല സഹായം ചെയ്തവരും ഒട്ടേറെ ഉണ്ടെന്നും ഇവരൊക്കെ പല വിധത്തിൽ അതുൽ ഉപദ്രവിച്ചവരാണെന്നുമാണ് നിഗമനം. കാപ്പ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ ആണ് മരിച്ച അതുൽ. കരുനാഗപ്പള്ളി പുതിയകാവിൽ വച്ചായിരുന്നു കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ അതുൽ സ്റ്റേഷനിലെത്തി ഒപ്പിട്ട് മടങ്ങുമ്പോഴാണ് വാഹനം ഇടിപ്പിച്ചിട്ട ശേഷം പ്രതികൾ അതുലിനെ കാറിൽ നിന്ന് വലിച്ചു പുറത്തേക്കിട്ട് വെട്ടിക്കൊന്നത്. ഇടുപ്പിനും കാലുകൾക്കും തലയ്ക്കും മാരകമായി വെട്ടേറ്റിരുന്നു.